പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് വരുന്നത്. നമ്മൾ മീൻ പിടിക്കുന്ന പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തോതിൽ മീൻ പിടിക്കുന്ന ഒരു സ്ഥലത്ത് വരുന്നത്. ഇത് ഏകദേശം 10 ടണ്ണിനടുത്ത് മീൻ പിടിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തെ ഇതിനെ വളർത്തുന്ന ആള് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഇത് ആലപ്പുഴ ജില്ലയിലെ എടത്വ പഞ്ചായത്തിലും മരിയാപുരം എന്ന് പറയുന്ന പ്രദേശത്തിനടുത്തുള്ള ഒരു മീൻകുളത്തിനടുത്താണ്. ഞാനേതായാലും വന്നിരിക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യനെ കാണാൻ വേണ്ടി തന്നെയാണ്. അദ്ദേഹത്തെ നമുക്ക് ദീർഘകാലമായിട്ട് പരിചയമുണ്ട്. ഈ മൈക്കൊന്ന് ഞാൻ കുത്തുകയാണ്. എനിക്ക് പരിചയവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. എങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് അദ്ദേഹം തന്നെ പറയട്ടെ. സാറിന്റെ പേരൊന്ന് പറഞ്ഞേക്കണം. എന്റെ പേര് തങ്കച്ചൻ പാട്ടത്തിൽ. തങ്കച്ചൻ പാട്ടത്തിൽ, അതെ, തങ്കച്ചൻ പാട്ടത്തിലും തന്നെയാണ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ ഓക്കെ. സാറ് എവിടെ കൃത്യമായ സ്ഥലം എന്ന് പറയുന്നത്? എന്റെ വീട് തായങ്കരിയാണ്. തായങ്കരിയാണ്. അപ്പൊ ഇവിടെ ഈ മരിയാപുരത്ത് ഇവിടെ സാറ് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലം? ഏകദേശം ഇവിടെ 15 വർഷമായി. 15 വർഷം ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇവിടെ തന്നെ 3-4 സ്ഥലത്ത്, പല സ്ഥലങ്ങളിലായിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മളിപ്പം മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇത് ഏകദേശം എത്ര ഏക്കർ വലിപ്പം വരുന്ന ഒരു കൃഷി? 4 ഏക്കർ. 4.5 ഏക്കറാണ്. ഇവിടെ ഇപ്പം കൃഷി എത്ര വർഷമായിട്ടുണ്ട് ഏകദേശം? ഞാൻ 2016 ഇവിടെ. 2016 അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഈ പറയുന്ന ഈ സ്ഥലത്ത് മീൻ പിടിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ടൺ വരെ മീൻ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത? കാരണം ഡെയിലി 56 വെട്ടി വീതം 5 വണ്ടിയെ പോകത്തുള്ളൂ. അതൊരു 10 ടൺ വരും. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ എന്നോട് 10 ടൺ ഏകദേശം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചു. പിടിക്കുന്നതിന് ഒത്തിരി നാൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം 10 ടൺ എന്ന് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കള് മത്സ്യ കർഷകൻ മാത്രമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്? മത്സ്യകൃഷി മാത്രമായിട്ട്? അല്ല. പിന്നെ താങ്കൾ പ്രധാനമായിട്ട് മറ്റേത് മേഖലയിലാണ് കൂടുതലായിട്ട്? ഞാൻ 96 മുതല് എന്റെ അച്ചാച്ചൻ ഇങ്ങോട്ട് വന്ന് 1 ഏക്കർ 46 സെന്റ് സ്ഥലം ഇങ്ങോട്ട് ആദ്യമായിട്ട് കൈ തന്നു. ഓ ശരി. അത് കഴിഞ്ഞ് പിന്നെ 1 ഏക്കർ 46ന്റെ 1000 മടങ്ങ് എന്ന് പറഞ്ഞാൽ 1200 ഏക്കർ നെൽകൃഷി ചെയ്യുന്നുണ്ട് നിലവില്. ഈ 1200 ഏക്കർ നെൽകൃഷി അങ്ങനെ എന്താണ് ഈ പാട്ടകൃഷി പോലെ ചെയ്യുന്ന? അതെ. അപ്പൊ ഇത് ചെയ്യുന്നത് എവിടെയാണ് സാറേ? ഞാൻ പത്തനംതിട്ട ഉണ്ട്, വെൺമണി ഉണ്ട്, ആലയുണ്ട്, കോട്ടയം, നീണ്ടൂര്, കല്ലറ പിന്നെ കുട്ടനാട്. അപ്പൊ ഇത് പറയുമ്പോഴത്തേക്ക് ഏകദേശം എത്ര ജില്ലകൾ വരുന്നുണ്ട്? ഏകദേശം 4 ജില്ല വരും. 4 ജില്ലകൾ. 4 ജില്ലകളിൽ 1200ഓളം ഏക്കർ നെൽകൃഷി മാത്രം. 1200 ഏക്കർ നെൽകൃഷി താങ്കൾ ചെയ്യുന്നുണ്ട് മാത്രം? അത് ശരി. ഇത് നമ്മളെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അതിശയം തോന്നുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ, നിങ്ങൾ ഈ മത്സ്യകൃഷിയിലേക്ക് തിരിയാനായിട്ടുള്ള കാരണം എന്നാ? അതെ, ഞങ്ങളുടെ അടുത്തുള്ള ഒരാൾ ഒരു കൂട് കൃഷി നടത്തിയാണ്. ഈ മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ, കൂട് കൃഷി എന്ന് പറഞ്ഞാൽ കരിമീനായിരുന്നു. അത് ഞാൻ ആദ്യം വീട്ടിൽ ഇങ്ങനെ തമാശന് വളർത്തിയതാ. അതിൽ നിന്ന് ഇങ്ങോട്ട് പോന്ന് ഇങ്ങനെ ഇപ്പൊ അതൊക്കെ വികസിപ്പിച്ചെടുത്തു. ഞാനിപ്പോ ചോദിച്ചോട്ടെ, ഏകദേശം എത്ര ഏക്കറിൽ ഇപ്പൊ താങ്കൾ കൃഷി ചെയ്യുന്നുണ്ട്? 170 ഏക്കർ മത്സ്യകൃഷി. നിലവിൽ 170 ഏക്കറിൽ മത്സ്യകൃഷി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചിന്ത ശരിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വിപുലമായി കൃഷി ചെയ്യുന്ന ആളുകൾ വേറെ ഏതെങ്കിലും കേരളത്തിലാരും കാണത്തില്ല. അപ്പൊ നിങ്ങൾ കൃഷി ചെയ്യുന്നത് സാധാരണ മത്സ്യക്കുളങ്ങളിൽ മാത്രമാണോ? അല്ല, ഒരു മീനും പദ്ധതി പ്രകാരം ഞാൻ നീണ്ടൂര് സ്ഥലം എടുത്തിട്ടുണ്ട്. നീണ്ടൂർ എന്ന് പറഞ്ഞ കോട്ടയം ജില്ലയിലാണ്. ഞങ്ങള് 3 പേര് കൂടിയാണ്. നിങ്ങളുടെ ഒരു ഗ്രൂപ്പാ? ഓ ശരി. ഓക്കെ. പാടി ആൻഡ് അക്വ ഫാർമേഴ്സ് ഗ്രൂപ്പ്. അതാ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര്? അതെ അതെ. അതിന്റെ അകത്ത് എന്റെ 2 പാർട്ണർമാരുണ്ട്. അതിൽ ഒരു പാർട്ണറാണ് ഈയിടെ മരിച്ചത്. ഓ ശരി. ഓക്കെ. അങ്ങനെ നിങ്ങൾ 3 പേര് കൂടുന്ന സംഘമാണ് കൃഷി? ഇതെന്റെ മാത്രമാണ്. ഇത് സ്വന്തമായിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ 100 എത്ര ഏക്കറാണെന്ന് പറഞ്ഞ? 170 ഏക്കർ. 170 ഏക്കർ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്? അതെ. നമുക്കിത് കേൾക്കുമ്പോ തന്നെ വല്ലാത്തൊരു അതിശയം തോന്നുകയാണ്. കാരണം 1 ഏക്കർ ഇന്നലെ എവിടെ ഈ പറയുന്ന കോട്ടയത്ത് നീണ്ടൂര് പിടിക്കുകയാണ്. നിങ്ങളുടെ സ്ഥിരം സ്റ്റാഫുകളാണ് ഇവര് ഈ പിടിക്കുന്ന സ്ഥിരമായിട്ടുള്ള ആളുകളാണ്? അത് ശരി. ഓക്കെ. നമുക്ക് ഏകദേശം എത്ര ആളുകളുണ്ട് ഈ പറയുന്ന മത്സ്യ? 11 പേരുണ്ട്. അവരാണ് ഈ മീൻ പിടിക്കാൻ മറ്റൊക്കെ ചെയ്യുന്നത്. ഇത് നിങ്ങൾ എപ്പോഴാണ് ഇത് പിടിക്കാൻ തുടങ്ങിയത്? ഇന്നത്തെ മീൻപിടുത്തം ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങി. ഓക്കെ. നമ്മളെ ഈ മീനുകൾ ഇത്രയും 10 ടണ്ണോളം മീനുകൾ നിങ്ങൾ പിടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ അതുപോലെ തന്നെ 10-35 ടണ്ണോളം പിടിച്ചു. ഇത്രയും വിപുലമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മീനുകൾ പിടിച്ചാൽ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത്? മാർക്കറ്റ് നമ്മൾ ഏജൻസിക്ക് കൊടുക്കുകയാണ്. അവര് ഞങ്ങളുമായിട്ടൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഓക്കെ. അപ്പൊ അവര് ഞങ്ങൾക്ക് ഒരു വില മാർക്കറ്റ് വില വെക്കും. ഞങ്ങൾ അവർക്ക് കൊടുക്കും. പക്ഷെ നല്ലൊരു കമ്പനിക്ക് നമ്മൾ മീൻ കൊടുക്കാവുള്ളൂ. കാരണം ഇങ്ങനെ വല വളച്ചിട്ടാൽ ഒരു ദിവസം കഴിഞ്ഞ് മീൻ മുഴുവൻ ചത്തുപോകും. ഓ അത് ശരി. അങ്ങനെ അപ്പം നല്ല കമ്പനിക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എത്ര ടൺ മീൻ വന്നാൽ എടുക്കുന്ന വലിയൊരു കമ്പനിക്ക് നമ്മൾ കൊടുക്കാം. എന്ന് വെച്ചാൽ ആ കപ്പാസിറ്റി ഉള്ള കമ്പനി ആയിരിക്കും. അല്ലാതെ മീൻ ഇവിടെ ഇട്ട് സൂക്ഷിക്കാൻ പറ്റത്തില്ല. മീൻ ചത്തുപോകും. ഓ ശരി. ഓക്കെ. ഞാൻ താങ്കൾ പറഞ്ഞു താങ്കൾ 1996 മുതൽ കൃഷി മേഖലയിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും വിപുലമായിട്ട് 1000-ന് മുകളിൽ ഏക്കർ, 1500 ഏക്കർ, 1700 ഏക്കർ, എത്ര പറഞ്ഞാണ്? 1200 ഏക്കറോളം താങ്കൾ നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ സംഘം
അങ്ങനെ കൃഷി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏകദേശം ഒരു 170 ഏക്കറോളം നിങ്ങൾ മത്സ്യകൃഷി ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാലങ്ങളായിട്ട് നിങ്ങൾ ഈ കാർഷിക മേഖലയിലുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഈ കാർഷിക മേഖലയിൽ അങ്ങനെ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് തലത്തിലോ ഇതര സംവിധാനങ്ങളുടെ തലത്തിലോ താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായിട്ടുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് പറയാനായിട്ട് പറ്റിയാൽ 1996 നാഷണൽ ഗവൺമെന്റ് യൂത്ത് കർഷകൻ എന്നുള്ള ഒരു അവാർഡ് കിട്ടി. യുവ കർഷകൻ അവാർഡ് കിട്ടിയ? അത് ശരി. ഓക്കെ. ഇതുകൂടെ 2021-22 സംസ്ഥാന ഗവൺമെന്റ് അവാർഡ് കിട്ടി. അത് ശരി. കേരള ഗവൺമെന്റ് അവാർഡ്. പിന്നെ എന്റെ വീട്ടിൽ വന്നാലേ കാണത്തുള്ളൂ. എന്റെ വീടിന്റെ അലമാര നിറഞ്ഞിരിക്കുക അവാർഡ് കൊണ്ട്. അത് ശരി. അന്ന് വെച്ചാൽ ഈ ദീർഘകാലത്തെ പ്രവർത്തനം സർക്കാരും പൊതുസമൂഹവും മാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ. ഈ പല ആളുകളും പ്രത്യേകിച്ച് കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്, നെൽകൃഷി എന്ന് പറയുന്നത് നഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ താങ്കൾക്ക് ദീർഘകാലത്തെ ഒരു അനുഭവ പരിചയമുണ്ട് ഈ നെൽകൃഷി മേഖലയിലും മത്സ്യകൃഷി മേഖലയിലും. അപ്പൊ അത്തരത്തിൽ നഷ്ടമാണെന്ന് പറയുന്ന ആളുകളോട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഒരിക്കലും നഷ്ടമല്ല. ഒരിക്കലും നഷ്ടമല്ല. കാരണം നെൽകൃഷിയാണേലും എന്നെ ആക്കിയത് നെൽകൃഷിയാണ്. ഒരിക്കലും നഷ്ടമെന്ന് പറയും. പിന്നെ 2-3 മാസം നെല്ലിന്റെ പൈസ കിട്ടുന്നാവശ്യാലും നമുക്ക് അത് റോൾ ചെയ്ത് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാലും ഒരിക്കലും നെൽകൃഷി നഷ്ടമല്ല. പിന്നെ ഞങ്ങൾ പോകുന്ന മേഖലയിൽ എന്ന് പറഞ്ഞാൽ അന്ന് VS അച്യുതാനന്ദന്റെ കാലത്താണ് ഞാൻ നെൽകൃഷി അന്ന് ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഉൾപ്പെടുത്തി തരിശു സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങള് പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, കോട്ടയം അങ്ങനെ 3 ജില്ല ഞങ്ങളിങ്ങനെ തരിശു കിടന്ന നിലങ്ങളെല്ലാം കൃഷിയോഗ്യമാക്കി. അതിനോട് ഞങ്ങളെ കൊണ്ട് എത്ര കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. ശരി. ഓക്കെ. അപ്പൊ നിങ്ങളെ ദീർഘകാലമായിട്ട് ഇത്തരത്തില് സർക്കാരിന്റെ പദ്ധതിയുമായിട്ടൊക്കെ കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ കാർഷിക മേഖലയിൽ നിങ്ങളെ ഇറങ്ങി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി. അപ്പൊ മത്സ്യകൃഷി മേഖലയിലേക്ക് ഇറങ്ങാനോ അത്തരത്തിൽ എന്തെങ്കിലും പ്രേരണ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു? അന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. അന്നൊക്കെ ഒരു നെല്ലും ഒരു മീനും പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ മീൻ കൃഷി ചെയ്യുന്നെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് നിങ്ങളുടെ കൃഷി എന്ന് പറയുന്നത് മുഴുവൻ സമയവും മത്സ്യകൃഷിയാണോ? ഇപ്പൊ ഒരു പാടം മത്സ്യകൃഷിയാണ്. അടുത്ത പാടം ഞങ്ങളെല്ലാം നെൽകൃഷിയാണ്. ഞങ്ങൾക്കിപ്പം എല്ലാം ഈ മത്സ്യകൃഷി എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഈ കരുനാപ്പള്ളിയിൽ നിന്നാണ് വേസ്റ്റ് വരുന്നത്. അത് ഞങ്ങൾക്ക് എഗ്രിമെന്റ് പ്രകാരമാണ്. 3 വർഷത്തെ എഗ്രിമെന്റ് പുതുക്കി പോകണം. ഇപ്പം 4 വണ്ടി 5 വണ്ടി വേസ്റ്റ് ആണ് ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് ഇത്രയും മീനുകളെ വളർത്തുമ്പോഴത്തേക്ക് ഇതിനുള്ള ആഹാരം എന്ന് പറഞ്ഞാണ് നിങ്ങൾ വേസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് വേസ്റ്റ് എല്ലാ ദിവസവും ഇവിടെ എത്തിക്കുന്ന ആ ഒരു കാര്യത്തിലുള്ള ഉറപ്പ് എങ്ങനെയാ നിങ്ങൾക്ക്? ഞാനിപ്പം പറഞ്ഞല്ലോ, കരുനാപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഏറെ സുഹൃത്തുക്കളുണ്ട്. അവരുമായിട്ട് ഞങ്ങളുടെ പാടത്തിന്റെ എഗ്രിമെന്റും പ്രകാരം 3 വർഷത്തേക്കാണ് ഈ വേസ്റ്റ് വരുന്നത്. അപ്പൊ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹോട്ടൽ വേസ്റ്റ് ആണോ? ചിക്കൻ വേസ്റ്റ് ആണ്. ഈ റോഡ് സൈഡിലൊക്കെ ഇട്ട് നശിപ്പിക്കുന്ന സാധനത്തിൽ ഞങ്ങളെ പോലുള്ള മത്സ്യകർഷകരാണ് ഈ പൊതുസമൂഹത്തിന് ഞങ്ങൾ മാതൃക കാണിക്കുന്നത്. ഇപ്പൊ തന്നെയാണ് ഇവിടെ കൊണ്ടിട്ട ഒരു നോക്കിയേ, ഈ മത്സ്യക്കുളത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. മറ്റേ നമുക്ക് നോക്കുന്ന സുഹൃത്തുക്കളെ, നമുക്ക് എപ്പോഴും ഈ പ്രിയപ്പെട്ട സാർ പറഞ്ഞതുപോലെ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം വളരെ എന്താണ് കൂടിയാണ് കിടക്കുന്നത്. ഈ ഒരു കുളത്തില് ഇവർ ഇതിന് കൊടുക്കുന്നത് ചിക്കന്റെ അവശിഷ്ടങ്ങളാണ്. അവശിഷ്ടങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അതെങ്ങനെ കൊടുക്കുന്നത്? എങ്ങനെയാണ്? ലൈവായിട്ട് കൊടുക്കുക. അപ്പൊ ലൈവായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു അല്പം പോലും മാലിന്യം പോലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ആ രീതിയിൽ ഒരുപക്ഷെ വേസ്റ്റുകൾ എന്ന് പറയുന്നത് നാടിന്റെ തന്നെ ഒരു പൊതു പ്രശ്നമാകുന്ന ഒരു കാലഘട്ടത്തില് ഈ പറയുന്ന കോഴിയുടെ വേസ്റ്റും അതുപോലെയുള്ള ഹോട്ടൽ മാലിന്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ കൃത്യമായ രീതിയിൽ അവർ കളക്ട് ചെയ്തിട്ട് ഈ പറയുന്ന മീൻ വളർത്തൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മീനുകൾക്ക് അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നാടിന്റെ വലിയൊരു ശാപമാണ് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തില് മത്സ്യ കർഷകരെ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ഇത്രയും മീനുകൾക്ക് ആവശ്യമുള്ള ഈ പറയുന്ന ആഹാരം എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ കടകളില് വേസ്റ്റും അതുപോലെയുള്ള ഹോട്ടലിൽ നിന്നൊക്കെയുള്ള വേസ്റ്റും ഒക്കെയാണ്. ഒരുപക്ഷെ ഈ മത്സ്യം വളർത്തുന്ന ആളുകള് നാടിന് ചെയ്യുന്ന ഒരു വലിയ സേവനമായിട്ട് തന്നെ ഇതിനെ കരുതണം. കാരണം വിശാലമായി കുളത്തില് ഏകദേശം 10 ടണ്ണിനടുത്ത് മീനുകളെ പിടിക്കുന്ന വലിയൊരു കുളമാണ്. ആ കുളത്തിന് വളർത്തുന്ന ഒരു കുളമാണ്. ആ കുളത്തിലെ മീനുകൾ 10 ടണ്ണിനടുത്ത് മീൻ വരും. ഇത്രയും മീനുകൾക്ക് കൊടുക്കാനുള്ള തീറ്റ അവര് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളിപ്പോ നോക്കുമ്പോഴത്തേക്ക് വളരെ ശുദ്ധമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. യാതൊരു തരത്തിൽ അവർ കൊടുക്കുന്ന മാലിന്യങ്ങളൊന്നും ഇവിടെ പൊങ്ങിക്കിടക്കുകയോ മറ്റു തരത്തിലുള്ള മണമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഏതാണെങ്കിലും ആ ഒരു കാര്യത്തില് നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മളെ ഈ മീന് പിടിച്ചുകൊണ്ട് ഇതിനെ വലിയ തോതില് ഈ പറയുന്ന നിസ്സാരമായിട്ടുള്ള രീതിയിലുള്ള അളവല്ല, അത് ടണ്ണ് കണക്കിന് മീനുകളാണ്. ഈ മീനുകളെ കൃത്യമായിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന വലിയൊരു സംവിധാനത്തിന്റെ ഓപ്പറേറ്റർ ആയിട്ടുള്ള സാറിന്റെ പേരെന്താണ്? സെയ്ദ് ഹാരിസ്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഞങ്ങളുടെ സ്ഥലം പുന്നപ്രയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കള് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ മീനുകളെ വാങ്ങിച്ച് വിൽക്കുന്ന ഒരാളാണ്? എങ്ങനെയാണ്? സ്ഥിരമായിട്ടൊന്നല്ല, ഞങ്ങളൊരു എന്റെ
മാമാവരുടെ കാലം തൊട്ട് 35 വർഷമായിട്ട് ഈ തൊഴിൽ ചെയ്യുന്നത്. 35 വർഷമായിട്ട് തൊഴിൽ ചെയ്യുന്ന ആളാണ്. സാർ അങ്ങോട്ട് നോക്കിയേക്കെ, സാറിന്റെ മുഖം കൂടെ കാണട്ടെ. കാരണം 35 വർഷമായി തൊഴിൽ ചെയ്യുന്ന ആളുടെ മുഖം കണ്ടില്ലെങ്കിൽ അത് ശരി. 35 വർഷം എന്ന് പറഞ്ഞാൽ എന്റെ പാരമ്പര്യമായിട്ടുള്ള മനസ്സിലായി, നമ്മൾ കുടുംബപരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ രംഗത്ത് വന്നിട്ട് ഒരു 20 വർഷമായിട്ടുണ്ട്. 20 വർഷമായുള്ളൂ. അപ്പൊ നമ്മൾ ഈ മീനുകളെ നിങ്ങളെ വാങ്ങിച്ചോണ്ട് പോകുന്നു. നിങ്ങൾ വാങ്ങിച്ചോണ്ട് പോയിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഈ സാധാരണ? ഞങ്ങള് പിന്നെ തമിഴ്നാടുണ്ട്, ആന്ധ്രയ്ക്ക് കൊടുക്കും. പിന്നെ കേരളത്തിലെ വിവിധ മാർക്കറ്റിലുണ്ട്. കോഴിക്കോട്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, അങ്ങനെ മീനിന്റെ കടൽ മീൻ അപര്യാപ്തമുള്ള സമയത്തെല്ലാം അത്തരത്തിലുള്ള മാർക്കറ്റുകളിലൊക്കെ പോയി മീൻ വിൽക്കാറുണ്ട്. സ്ഥിരം മാർക്കറ്റുകൾ, കിഴക്കൻ മാർക്കറ്റുകളുണ്ട്. ഉണ്ട്. നിങ്ങളെ എത്രമാത്രം അളവ് മീനുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണല്ലോ ഇപ്പം തങ്കച്ചേന്റെ മീൻ എടുക്കുന്നത്. ഞാനൊരു കാര്യം, തങ്കച്ചേന്റെ മീൻ എന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ പറഞ്ഞു വന്ന ഇതൊന്നും അല്ല തങ്കച്ചേന്റെ കുളം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ തങ്കച്ചൻ ചേട്ടനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് തങ്കച്ചൻ ചേട്ടനെ പോലെ മറ്റൊരു മീൻ വളർത്തുകാരൻ ഇല്ല എന്ന് തോന്നുന്നു. മറ്റൊരു മീൻ വളർത്തുകാരൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ വളർത്തുന്ന മറ്റൊരു മീൻ വളർത്തുകാരൻ ഇല്ല കേരളം. ഒരുപക്ഷെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിവിടെ വന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. കേരളത്തിൽ ഒത്തിരി മീൻ വളർത്തലുകാർ. കേരളത്തിലെന്ന് പറഞ്ഞാൽ ഏക്കറിന്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഏക്കറിലാണ്, 170 ഏക്കറിലാണ് നീണ്ടൂര്, പിന്നെ ഇടയാറുമല്ല, നീണ്ടൂര് സ്ഥലത്തിന് വരുന്ന മണികണ്ഠൻ ചിറയിൽ വളർത്തുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥലമല്ല, ഇവിടുന്ന് പോയി അവിടെ ചെന്ന് ആ കൃഷി ചെയ്യുക. നമ്മൾ യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തിലേക്ക് വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അതാണ്. പല സ്ഥലങ്ങളില് നിസാരമായ സെന്റ് മുതൽ ഏക്കർ കണക്കിന് പിന്നെ ഒരു ഏക്കർ മുതൽ വളർത്തുന്നവരെ നമുക്കറിയാം. നമ്മൾ പല വീഡിയോകളും അത്തരത്തിൽ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഏകദേശം 170 ഏക്കറോളം സ്ഥലത്ത് വിശാലമായി മീൻ കൃഷി ചെയ്യുന്ന ഒരാള് കേരളത്തിൽ ഇല്ല എന്ന് ഈ മീനുകൾ വാങ്ങിക്കുന്ന കൃത്യമായി എനിക്ക് കൃത്യമായി പറയാൻ പറ്റും. യാതൊരു തർക്കവുമില്ല. ആരതിനെ കണ്ണിക്കാൻ വന്നാലും എനിക്ക് സംസാരിച്ച് അത്തരത്തിൽ പറയാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ബോധ്യത്തിൽ നിങ്ങൾ പറയുകയാണ്. എന്റെ ബോധ്യത്തിൽ എനിക്ക് കൃത്യമായി പറയാൻ പറ്റും. തീർച്ചയായും. അപ്പൊ 170 ഏക്കർ വളർത്തുന്ന കേരളത്തിൽ ഒരു കർഷകനും ഇല്ല. അല്ലെങ്കിൽ മുന്നിലോട്ട് വരണ്ട, കാണിച്ചു തരണം ഞങ്ങളെ കൊണ്ട്. കേരളത്തിൽ പോകാൻ വലിയ സമയമൊന്നും വേണ്ട. നമ്മൾ യാത്ര ചെയ്യാൻ വലിയ സമയം വേണം. ഒരു പക്ഷേ മീൻ വളർത്തുന്ന ആളിന് ഉള്ള ധൈര്യത്തിന്റെ ഒക്കെ എത്രയോ ഇരട്ടിയാണ് അദ്ദേഹത്തിന്റെ മീൻ എടുത്തുകൊണ്ട് പോകുന്ന പ്രിയപ്പെട്ട ഹാരിസ് ഇക്കായിക്ക്. കാരണം അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരൊറ്റ മനുഷ്യനും കേരളത്തിൽ ഇല്ല എന്ന് അദ്ദേഹത്തിന് ധൈര്യത്തോട് പറയാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട്. അത് മാത്രമല്ല, പിന്നെ അദ്ദേഹത്തിന് ഈ കൃഷി മാത്രമല്ല, വള്ളംകളിയുടെ ഒരു ക്യാപ്റ്റനാണ് അവിടുത്തെ. ശരി, ഓക്കെ. അത് ഫിനിഷിങ്ങും സ്റ്റാർട്ടിങ്ങും ഒക്കെ തീരുമാനിക്കുന്ന അമ്പയർ ആണ് ആള്. നമ്മളെ വെറും വള്ളംകളി അല്ല, ഇന്റർനാഷണൽ ലെവലിലുള്ള നെഹ്റു ട്രോഫിയുടെ അമ്പയറാണ് പുള്ളി. അപ്പൊ അത്തരത്തില് നമ്മളിപ്പോ കണ്ടയാള് വെറും മത്സ്യ കർഷകൻ മാത്രമല്ല, അദ്ദേഹം നെൽകർഷകൻ മാത്രമല്ല, സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു വ്യക്തിത്വത്തെ കൂടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നത് സാറിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 50 വയസ്സ് പ്രായം തോന്നിക്കുന്നു. 58 വയസ്സുണ്ട്. ഞാൻ ഈ പ്രായമൊന്നും ചോദിക്കാൻ പാടില്ല, പക്ഷെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചെറുപ്പം തോന്നിയോണ്ട് ഞാൻ പറഞ്ഞു 58 വയസ്സുണ്ട്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായിട്ട് ജീവിതം നയിക്കുന്ന ആളാണ്. അത് ഇവർ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവും. അദ്ദേഹം വള്ളംകളി മേഖലയിലും പൊതുരംഗത്തും അതുപോലെ തന്നെ മത്സ്യകൃഷി മേഖലയിലും നെൽകൃഷി മേഖലയിലുമൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന തങ്കച്ചൻ പാട്ടത്തിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര വിപുലമായ രീതിയിൽ മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഈ മീൻകുളത്തിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ നിറയെ മീനുകൾ ആ വലയിൽ ഒതുക്കിയിട്ട് അവർ ഇതിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വാരി കരക്കോട്ട് ഓരോന്നിനും വാല പിടിച്ച് കരക്കോട്ട് എറിഞ്ഞെറിഞ്ഞിടുക. അപ്പൊ നമ്മളെ ഈ മീൻ പിടിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ ഈ മീൻ കൊണ്ട് വിൽക്കുന്നെന്ന് പറഞ്ഞു, എങ്ങനെയാ ഇതിന്റെ പിടുത്തം അതുപോലുള്ള കാര്യങ്ങൾ? മീൻ വിൽക്കുന്നതും പിന്നെ വളർത്തുന്നതല്ല കാര്യം, ഇത് പിടിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മീന്, ജീവനുള്ള മീന് കൊല്ലാതെ ഇത്തരത്തിൽ വളച്ച് വലിയ മീനുകളെ പുറത്തിടുകയും ചെറിയ മീനുകളെ പുറത്തു വിടുകയും ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി ഇവിടെ ഒരു 10-12 തൊഴിലാളികളുണ്ട്. ഇവര് ഞാൻ ഇതിനിടയിൽ ചോദിച്ചോട്ടെ, വലിയ മീനുകൾ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ മീനുകൾ നമുക്ക് മാർക്കറ്റിലേക്ക് വേണ്ട മാത്രം യൂസബിൾ ആയിട്ടുള്ള മീനുകൾ. യൂസബിൾ മീൻ നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഒരു സൈസ് ഉണ്ട്? ഇത്ര 1 കിലോയ്ക്ക് മുകളിലാണ്. 1 കിലോയ്ക്ക് അങ്ങനെ ഒരു കാര്യം. എല്ലാ മാർക്കറ്റുകളിലും 1 കിലോയ്ക്ക് മുകളിലുള്ള മീനുകൾ. അങ്ങനെ അത്തരത്തിലുള്ള മീനുകൾ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. ഇവരൊക്കെ നമ്മൾ പറയും നേരത്തെ തന്നെ 1 കിലോയ്ക്ക് മുകളിലുള്ള മീൻ ഇടണം. അങ്ങനെ അത് ഇറക്കിയിടുകയും ബാക്കിയുള്ളതിനെ സുരക്ഷിതമായിട്ട് വീണ്ടും ജീവിക്കാൻ വേണ്ടി വിടുക. അപ്പൊ നമ്മൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തോട്ട് എറിയുന്നത് അങ്ങനെ നമ്മുടെ അത്തരത്തിലുള്ള മീനുകളായിരുന്നു. നമുക്കൊരു പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാക്കൂ. അത്തരത്തിൽ സുരക്ഷിതമായ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ടീമാണ് ഇത്. ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത് ഒരു പല സ്ഥലത്തുള്ള അതുപോലുള്ള ടീമുകളാണ്. നമ്മുടെ തങ്കച്ചൻ സാറിന്റെ ടീമിൽ പെട്ട അതിലെ ടീമുകളാണ്. 20 വർഷമായിട്ട് ഒരു എക്സ്പെർട്ട് ടീമുകളാണ്. നമ്മളെ ഇത് പറയുമ്പോഴത്തേക്ക് മീനുകളെ പിടിക്കുമ്പോൾ കാണുമ്പോഴും നമുക്ക് വലിയ സന്തോഷവും കൗതുകവും ഒക്കെ തോന്നുമെങ്കിലും ഇത് പിടിക്കുക എന്ന് പറയുന്നത് അല്പ സാഹസികമാണ്. കാരണം ഇതിന് കൊമ്പുണ്ട്.
ഈ കൊമ്പ് കയ്യിലോ വല്ലതും കൊണ്ടു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് എന്താണ് പഴുക്കാനും അതുപോലെ കൂടുതൽ അപകടം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുള്ള പല ആളുകൾ അത്തരത്തിൽ അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. ഏതാണെങ്കിലും മത്സ്യത്തെ പിടിക്കുക എന്ന് പറയുന്ന വളരെ വിദഗ്ധമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്ന ഈ സുഹൃത്തുക്കൾക്കും കൃത്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.